മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടാറുള്ള താരപുത്രനാണ് പ്രണവ് മോഹൻലാൽ. കുട്ടിക്കാലത്ത് ചില സിനിമകളിൽ കേന്ദ്ര കഥാപാത്രമായും അച്ഛൻ്റെ സിനിമകളിൽ അച്ഛൻ്റെ ബാല്യകാലവും എല്ലാം പ്രണവ് അവതരിപ്പിച്ചിട്ടുണ്ട്. മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരം വരെ കിട്ടിയിട്ടുണ്ടെങ്കിലും പ്രണവ് നായകനായി രണ്ടാം വരവ് നടത്തുമോ എന്നതിൽ പ്രേക്ഷകർക്ക് ഉറപ്പില്ലായിരുന്നു. അവസാനം മോഹൻലാൽ ആരാധകരുടെ പ്രാർത്ഥന ദൈവം കേട്ടതുപോലെ പ്രണവ് ആദി എന്ന സിനിമയിലൂടെ നായകനായി രണ്ടാം വരവ് നടത്തി. എന്നിരുന്നാലും വളരെ വിരളമായി മാത്രമേ സിനിമകളിൽ പ്രണവ് അഭിനയിക്കാറുള്ളൂ. യാത്രകളും എഴുത്തും സംഗീതവും എല്ലാമാണ് ഇപ്പോഴും പ്രണവിൻ്റെ ലഹരി. സ്വകാര്യ ജീവിതം ഒട്ടും തന്നെ പബ്ലിക്കാക്കാൻ താരപുത്രൻ താല്പര്യവുമില്ല. പക്ഷേ ഗോസിപ്പുകളിൽ നിരന്തരം പ്രണവിൻ്റെ പേര് വലിച്ചിഴക്കപ്പെടാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഗോസിപ്പുകൾ വന്നിട്ടുള്ളത് നടി കല്യാണി പ്രിയദർശിയുമായി പ്രണവ് പ്രണയത്തിലാണെന്ന തരത്തിലായിരുന്നു. ഇരുവരും ഒരുമിച്ച് സിനിമകൾ ചെയ്തതിനു ശേഷം അത്തരം ഗോസിപ്പുകളുടെ എണ്ണം 10 മടങ്ങായി. എന്നാൽ ഇനി അത്തരത്തിലുള്ള ഗോസിപ്പുകൾ അടിച്ചവർക്കുന്നവർക്ക് അത് നിർത്താം എന്നാണ് പറയുന്നത്. കാരണം തൻ്റെ പ്രണയം പ്രണവ് കണ്ടെത്തിയിരിക്കുന്നു. പക്ഷെ പ്രണയിനി അത് കല്യാണിയല്ല, അതൊരു ജർമ്മൻകാരിയായ പെൺകുട്ടിയാണ്. പ്രണവ് പ്രണയത്തിലാണെന്ന് ലിസി തന്നോട് വെളിപ്പെടുത്തിയെന്ന് സംവിധായകനും നിർമ്മാതാവുമായ ആലപ്പി അഷ്റഫാണ് തൻ്റെ പുതിയ വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയത്. സ്വന്തമായി അധ്വാനിച്ച് പണം ഉണ്ടാക്കാമെന്ന് ആഗ്രഹം കുഞ്ഞുനാൾ മുതൽ കല്യാണിക്ക് ഉണ്ടായിരുന്നു. വിദേശത്ത് നിന്നും ആർക്കിടെക്ട് പഠനം പൂർത്തിയാക്കിയ ശേഷം സിനിമയിലെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിക്കാൻ കല്യാണിക്ക് ആഗ്രഹം വന്നു. അങ്ങനെയാണ് ഇരുമുഖം എന്ന തമിഴ് സിനിമയിൽ സാബു സീരിയലിൻ്റെ ആർട്ട് അസിസ്റ്റൻ്റായി ജോലി ചെയ്തത്. അമ്മുവിനെ കാണുന്നവരെല്ലാം ചോദിച്ച ഒരേ ഒരു ചോദ്യം സിനിമയിൽ നായിക വേഷത്തിന് ശ്രമിക്കാതിരുന്നില്ലേ എന്നാണ്. സുന്ദരി ആയതുകൊണ്ടാണ് അത്തരം ചോദ്യങ്ങൾ ആളുകൾ ചോദിച്ചിരുന്നത്. അങ്ങനെ വൈകാതെ തെലുങ്ക് സിനിമയിലൂടെ നായികയായി കല്യാണി അരങ്ങേറുകയായിരുന്നു. അതിനുശേഷം തമിഴിലും ഒരു സിനിമ ചെയ്തു. പിന്നീടാണ് മലയാളത്തിലേക്ക് ദുൽഖർ സൽമാൻ്റെ നായികയായി അരങ്ങേറിയത്. അതൊരു നല്ല തുടക്കമായിരുന്നു. പിന്നീട് പ്രണവിനോടൊപ്പം കല്യാണം ചെയ്ത് ഹൃദയം സൂപ്പർ ഹിറ്റായിരുന്നു. ഹാൻഡ് വർക്ക് കൊണ്ടാണ് കല്യാണി തൻ്റെ അഭിനയ ജീവിതം മെച്ചപ്പെടുത്തി കൊണ്ടുവരുന്നത്. ഇതാ ഓടുമുതിര ചാടുമുതിര, അതുപോലെ സൂപ്പർ ഹിറ്റായ ലോക എന്നിവയാണ് കല്യാണിയുടെ പുതിയ സിനിമ. അമ്മ ലിസിയെ വീണ്ടും അഭിനയ രംഗത്ത് ഇറക്കണമെന്ന ആഗ്രഹം കല്യാണിക്കുണ്ടായിരുന്നു. അതിനിടയിൽ ലിസിയും പ്രിയദർശനും പങ്കെടുക്കാതെ കല്യാണിയുടെ വിവാഹം കഴിഞ്ഞു എന്നൊക്കെ വ്യാജ വാർത്തകളും വന്നിരുന്നു. അതുപോലെ ഒരു വിഭാഗം ആളുകൾ അറിയേണ്ടത് കല്യാണിയെ പ്രണവ് മോഹൻലാൽ വിവാഹം കഴിക്കുമോ എന്നാണ്. അത് പലരും ആഗ്രഹിക്കുന്നുമുണ്ട്. ഞാൻ ഇക്കാര്യം ലിസിയോട് തുറന്നു ചോദിച്ചു. അങ്ങനെ അവർക്കൊന്നും ആഗ്രഹമുണ്ടെങ്കിൽ രണ്ടു വീട്ടുകാർക്കും സന്തോഷമുള്ള കാര്യമല്ലേ? പക്ഷെ അവർ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല, സഹോദര ബന്ധം മാത്രമാണ്. അപ്പു അവർക്കെല്ലാം ഒരു ഹീറോയെ പോലെയാണ്. കൂടാതെ അപ്പുവിന് വേറൊരു പ്രണയമുണ്ട്, അത് ജർമ്മനിയിലുള്ള ഒരു കുട്ടിയുമായിട്ടാണെന്നാണ് ലിസി പറഞ്ഞതെന്നും അഷ്റഫ്. പ്രണവിനെ മാത്രമേ കിട്ടൂ എന്ന് സോഷ്യൽ മീഡിയയിലൂടെ വിപലിക്കുന്ന നടിയോട് ഇനി കാത്തിരിക്കേണ്ട, പ്രതീക്ഷ വേണ്ട, എല്ലാം കൈവിട്ടുപോയി എന്നാണ് തനിക്ക് പറയാനുള്ളതെന്നും അഷ്റഫ് പറയുന്നു. അടുത്ത ബറോസ് സിനിമ കാണാൻ ഒരു വിദേശ വനിതയോടൊപ്പമാണ് പ്രണവ് എത്തിയത്. താരപുത്രൻ്റെ മിക്ക യാത്രകളിലും ഒരു വിദേശ വനിത ഒപ്പം കാണാറുണ്ട്. 35-കാരനായ പ്രണവിൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പലപ്പോഴും അമ്മ സുചിത്ര അടക്കം നേരിടേണ്ടി വരാറുണ്ട്. അപ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും മറുപടി ഇതായിരുന്നു: ഞങ്ങൾ അവരെ വിവാഹത്തിന് നിർബന്ധിക്കാറില്ല, അവരുടെ സമയമാകുമ്പോൾ ഇങ്ങോട്ട് പറയും. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം. ഒരു കാര്യവും നിർബന്ധിച്ച് ചെയ്യിക്കാറില്ല. വിവാഹം എപ്പോൾ വേണമെന്ന് തോന്നുന്നു അപ്പോൾ അവൻ പറയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.